മറയത്തിൻ മറയത്ത പെണ്ണേ എന്റെ രേണു സുതിയേ. ഞാൻ പറഞ്ഞല്ല കേട്ടോ, രേണു പറഞ്ഞതാണേ. അപ്പം രേണുവിൻ്റെ നാലാമത്തെ നാലെന്താന്നൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അതൊക്കെ പറയാൻ വരട്ടെ, അതൊക്കെ ഉണ്ട്. അപ്പം രേണുവിൻ്റെ കല്യാണം ആയിരിക്കുകയാണ്. അപ്പം മീഡിയക്കാരോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിം പയ്യൻ എന്നാണ് ധ്വനി സംസാരത്തിൽ വന്നത് എന്ന് വെച്ചാൽ പറഞ്ഞു വെക്കുന്നത് ബ്ലോഗർമാരെല്ലാം കൂടെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അല്ല, ഇതിനു മുമ്പ് പറഞ്ഞത് സുധിച്ചേട്ടൻ എൻ്റെ എല്ലാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കല്യാണമോ? ശിവ ശിവ. സുധിച്ചേട്ടൻ ഇതെല്ലാം കണ്ട് മുകളിലിരുന്ന് അനുഗ്രഹിക്കുകയായിരിക്കും. എന്തൊക്കെ സുധിച്ചേട്ടൻ്റെ പേര് പറഞ്ഞ് സാധിച്ചെടുക്കാവോ അത് മൊത്തവും സാധിച്ചെടുത്ത്. അത് കഴിഞ്ഞപ്പം കല്യാണമാണ്. അപ്പം മീഡിയക്കാർ ചോദിച്ചു എപ്പോഴാ കല്യാണം? അപ്പോൾ പറഞ്ഞു ഒരു 2 വർഷം ഗ്യാപ്പ്. ഈ 2 വർഷം കൊടുക്കാൻ രേണു എന്താ നയൻതാരയ്ക്ക് പഠിക്കുക? പൊങ്ങച്ചത്തിനുമൊക്കെ വേണ്ടേ ഒരു പരിധി. പിന്നെ ഈ 2 വർഷത്തിന്റെ കിടപ്പെന്താന്ന് മനസ്സിലായില്ലേ? ഇൻഷുറൻസ് തുക കിട്ടുന്ന കാലാവധിയാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഈ 2 വർഷത്തിന്റെ കണക്കേ. ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും താരസ്വയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം രേണുസുതിയാണ്. മനഃപൂർവ്വം രേണുവിനെ കരുതയ്ക്കാനോ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമല്ല, നമ്മളൊരു തമാശയ്ക്ക് ചെയ്യുന്നു എന്ന് മാത്രം. ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കാം കേട്ടോ. നല്ല മിടുക്കി കുട്ടിയാണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്. ഓക്കെ, നമ്മൾ ആ ഒരു രീതിയിൽ ഇത് കാണാം. ഓക്കെ, അതല്ല, ഇത് കഴിഞ്ഞിട്ട് രേണു ഒരു തള്ളു ഉന്തിന്റെ കൂടെ ഒരു തള്ളും കൂടെ കേൾക്കണോ? ഋതപ്പൻ ചോദിച്ചെന്ന് അമ്മയുടെ കല്യാണം എന്നാന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുക കിച്ചുവും ചോദിച്ചെന്ന്. കിച്ചുവിന്റെ കാര്യം നമുക്കറിയാലോ, ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ കിച്ചുവിനോട് എല്ലാം പറയും. കിച്ചുവിനോട് ചോദിക്കുമ്പോൾ കിച്ചു എന്താ പറയുന്നത്? അമ്മ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വിളിച്ചില്ലെങ്കിൽ ആയി. ഇതൊക്കെയാണ് കിച്ചുവിന്റെ സ്റ്റേറ്റ്മെന്റ്. മൊത്തത്തിൽ നമുക്ക് പണ്ടേ അറിയാലേ, ഇപ്പൊ പറയുന്നല്ല പിന്നെ പറയുന്നല്ല ഇപ്പൊ പറയുന്നത്. ഈ ഒരു ചാടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു കൂറുമാറ്റം നമുക്ക് പണ്ടേ അറിയാം. അതൊരിക്കലും രേണു മാറ്റില്ല. മാറ്റിക്കഴിഞ്ഞാൽ രേണു സുതി ആവില്ലല്ലോ. നിങ്ങളൊന്ന് ചിരിച്ച് ചാവും. അല്ല പിന്നെ എല്ലാരും ആൾക്കാരൊക്കെ പറഞ്ഞു കുഞ്ഞു കൊച്ചിനോട് ചോദിക്കുക എന്നാ കല്യാണം? ഞാൻ ഈ കുഞ്ഞു കല്യാണം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അതൊക്കെ ചോദിച്ചാൽ അമ്മ എന്നാ കല്യാണം? കാരണം ഇത് തന്നെയല്ലേ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്ന കുട്ടി കാണുന്നത് കേൾക്കുന്നുണ്ട്. എന്ത് ചെയ്യും? കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒളിച്ചെങ്കിൽ ഇറങ്ങോ കല്യാണം എന്ന് പറയുമ്പോ എന്താ കഥ? അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ നാട്ടുകാർക്ക് വേറെ പണിയൊന്നുമില്ല. എന്തിനാണ് ഈ കിച്ചുവിനോടും ഈ ഋതപ്പനോടൊക്കെ പോയി രേണുവിന്റെ കല്യാണത്തെ കുറിച്ച് ചോദിക്കുന്നത്? ഒന്ന് പോയേ. എന്റെ ദൈവമേ, നാക്കെടുത്താ എപ്പോഴും പറയുന്നത് കൊച്ചാ ഋതപ്പൻ കൊച്ചു പോലും ചോദിച്ചു തുടങ്ങി രേണുസുതിന്റെ കല്യാണം എപ്പോഴാന്ന്. എന്ന് വെച്ചാൽ ബിരിയാണി അവലൊക്കെ കിട്ടുമല്ലോ. കൊച്ചു പിള്ളേർക്ക് കല്യാണം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തങ്ങ് തള്ളി മറിക്കുക. രേണുവേ, ഞങ്ങളത് വിശ്വസിച്ച് കേട്ടാ. അവനോട് ഞാൻ എല്ലാം പറയാറുണ്ട്, അതുകൊണ്ടൊന്നും എല്ലാം അങ്ങോട്ട് പറയാറുള്ളത് കൊണ്ട് ഒരു ചോദ്യം ഇങ്ങോട്ട് ആവശ്യമില്ല. ഏറ്റവും ഇഷ്ടൊരു കാര്യം ഞാൻ അവനോട് സംസാരിക്കാറുണ്ട്. എന്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും മിക്ക കാര്യങ്ങളും. അടുത്ത തള്ളിമറിക്കൽ എന്താ നമുക്ക് നോക്കാവേ. ദിവസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ദിവസങ്ങൾ പോകുന്നതും ആഴ്ചകൾ പോകുന്നതും മാസങ്ങൾ പോകുന്നതും പുള്ളിക്കാർക്ക് അറിയാനേ പറ്റുന്നില്ല. കരീഷ്മ പറഞ്ഞു കൊടുക്കണം. നാളെ ബുധനാണോ, നാളെ വ്യാഴമാണോ, വെള്ളിയാണോ എന്ന് കരീഷ്മ പറഞ്ഞു കൊടുക്കണം. അത്രയ്ക്ക് തിരക്കാണ്. എന്ത് ചെയ്യാ? എന്റെ പൊന്നുടാവേ, കരീഷ്മയുള്ളോട് ഭാഗ്യ ഡേറ്റ് ഒക്കെ ഓർത്തു വെച്ചിരിക്കുന്നു. എന്തൊക്കെ കേട്ടാ മരിക്കാം. ഇനിയിപ്പോൾ ആഴ്ചയൊക്കെ കൂട്ടേണ്ടിയിരിക്കുന്നു. സാധാരണ 7 ദിവസമാണല്ലോ ഒരാഴ്ച. ഇനിയിപ്പം 8, 9, 10, 11, 12 ദിവസം. 12 ദിവസമൊക്കെ ഒരാഴ്ചയായിട്ട് മാറ്റേണ്ടി വരും രേണുവിന് വേണ്ടി. ഇവിടെ ഇത്രയും തിരക്കുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോട് ചോദിച്ചാലും ഇന്നത്തെ ഡേറ്റ് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും. ഇന്നത്തെ ദിവസം ഏതാന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും. മൺഡേ ആണോ, ട്യൂസ്ഡേ ആണോ, വെനസ്ഡേ ആണോ എന്ന് അദ്ദേഹം പറയും. അദ്ദേഹത്തിന് പോലും ഇല്ലാത്ത തിരക്കോ രേണുസുതിക്ക്. എന്താ പറയുക ശിവനേ. പിന്നെ പണ്ടുള്ളവർ പറയുന്ന ഒരു പഴഞ്ചലുണ്ടല്ലോ, ലതിന് പോകാത്തവൻ ലതിന് പോയപ്പോൾ അതുകൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞ അവസ്ഥയായി ഇപ്പൊ രേണുസുതിയുടെ കാര്യം. നമുക്ക് അടുത്ത തള്ളിമറിക്കിലേക്ക് പോവാം. അപ്പൊ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അടുത്ത ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സുധിച്ചേട്ടന്റെ ഓർമ്മ മങ്ങിപ്പോകത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി പറയുന്ന മറുപടി എന്താ നമുക്ക് നോക്കാം. ഇതാ പറയുന്നത്, രേണുസുതിക്ക് ഐഡിയക്ക് ഒരു പഞ്ഞവുമില്ല. അത് അപ്പം വാരി വിതറി കൊടുക്കും മീഡിയക്കാർക്ക്. പിന്നെ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തല്ലേ പറ്റൂ. മീഡിയക്കാരുടെയൊക്കെ ഒരു ഗതികേട്. അതാണ് പറയുന്നത്. പുള്ളിക്കാർക്ക് നല്ല ഐഡിയ ആണ്. എങ്ങനെ വീണാലും 4 കാലിൽ പൂച്ചയുടെ ജന്മമാണ്. സുധിച്ചേട്ടനെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ആളിനെ നോക്കി സെലക്ട് ചെയ്ത് കല്യാണം കഴിക്കും. എങ്ങനെയുണ്ട് ഈ ബുദ്ധിയൊക്കെ? എവിടുന്ന് വരുന്നു എന്റെ രേണു? പിന്നെ അത് ഞാൻ തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തന്നെ സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലൊരു എന്താ പറയാ, നല്ല മനസ്സിന്റെ ഉടമേനെ ആയിരിക്കും ഞാൻ. അതിന് ആരും ഉണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ പൊതുവെ പറഞ്ഞതാണ്. മനസ്സിലായോ? ഇപ്പയാണോ ചേട്ടനാണോ ഇച്ചായനാണോ എന്നൊക്കെ നമുക്ക് അറിയാം. മുസ്ലിം വിവാഹമാണെന്നാണ് സംസാരം. അത് അങ്ങനെ ഇരിക്കട്ടെ, നല്ല കാര്യമല്ലേ, അങ്ങനെ ഇരിക്കട്ടെ. എങ്ങനെ സംസാരമോ? രേണു പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. എന്നിട്ട് പറയാണ് സോഷ്യൽ മീഡിയയിലെ സംസാരമെന്ന്. നമുക്കെന്താ ഇതാണോ ജോലി?
എങ്ങനെ പോയാലും വ്ലോഗർമാർക്ക് ഇട്ടങ്ങ് താങ്ങണം. അടിപൊളി ഐഡിയ ആണ് കേട്ടോ. അതാണ്, മേളം ഇല്ലെങ്കിൽ ഞാൻ ഉദ്ഘാടിക്കത്തില്ല എന്നൊക്കെയാണ് രേണുസുതിയുടെ ഇപ്പോഴത്തെ വാദം. ചെണ്ട കൊട്ടിക്കോ മേളക്കാരെ എന്നൊക്കെ ഓർഡർ ഇടുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോവാം. പിന്നെ അടുത്ത പറയാനുള്ള പോയിന്റ് എന്തെന്ന് വെച്ചാൽ ലക്ഷ്മി നക്ഷത്രയാണ് രേണുവിന്റെ ഇപ്പം വരെ വിജയിച്ച് നിൽക്കാനുള്ള ഒരു മൂല കാരണം എന്ന് വേണമെങ്കിൽ പറയാം. ആ ലക്ഷ്മി നക്ഷത്രം എവിടെ ഓടിത്തള്ളി? അത് കഴിഞ്ഞിട്ട് ബിഷപ്പ് വന്നു കുറേ സഹായങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ബിഷപ്പ് എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ശ്രീകണ്ഠ സാർ 24-ൽ ശ്രീകണ്ഠ സാർ വന്നിട്ട് 5 സെന്റ്, അന്ന് 5 സെന്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ 7 സെന്റാണ് കൊടുത്തത്. പിന്നെ കിണർ കുത്തി കൊടുത്തു. പിന്നെ കുറേ സഹായങ്ങൾ ചെയ്തു. ഇവരെല്ലാം പിന്നീട് വരും എന്ന് പറഞ്ഞല്ലാതെ ഇവരെല്ലാം പോയ വഴിക്ക് പുല്ല് പോലും കിളിച്ചിട്ടില്ല. അപ്പൊ തന്നെ മനസ്സിലാവും നമ്മുടെ ആപത്ത് സമയത്ത് നമ്മളെ സഹായിച്ച വ്യക്തികളെ ഒരിക്കലും നമുക്ക് നല്ല കാലം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സ്മരിക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത് അല്ലേ. ഇവിടെ രേണു എന്താണ് കാണിക്കുന്നത്? ഇപ്പം പണ്ടുള്ളവർ പറയും എത്ര ഉയരങ്ങളിലെത്തിയാലും സമ്മാനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങ് താഴെ തന്നെ വരണമെന്ന് അല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ കോട്ടയംകാരി അമ്മച്ചിമാർക്ക് വിട്ടൊരു താങ്ങി. അത് കണ്ടില്ലായിരുന്നോ നിങ്ങൾ വീഡിയോയിൽ? ഞങ്ങൾ കോട്ടയംകാരി അച്ചായത്തിമാരാണേ, അപ്പം ഞങ്ങൾ ഈരണ്ടൊക്കെ അടിക്കുമെന്നും പറഞ്ഞൊരു പ്രസ്താവനയായിട്ട് ഇപ്പോൾ കോട്ടയംകാരി അമ്മച്ചിമാരെടുത്ത് ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആരും അടിക്കാറില്ല. എങ്ങനെ? അവർക്ക് വിട്ട് താങ്ങി. കോട്ടയംകാർക്ക് ഇപ്പോൾ എന്താ പറയേണ്ടത്, അവർക്ക് മാനക്കേടായി. രേണുസുതിയുടെ വീട് ഇപ്പോൾ കോട്ടയമാണെന്ന് പറയുന്നത്. ശിവനേ, അതെ, വീട് തന്നവരെ വായിന്ന്, സ്ഥലം മേടിക്കാൻ സഹായിച്ചവരെ വായിന്ന്, വീട്ടു സാധനങ്ങൾ തന്നവരെ വായിന്ന്, എല്ലാവരും വായിന്നും കേൾക്കണം. അതുകൊണ്ട് ഗൈസ് ഞങ്ങൾ വീട് മാറുകയാണ് എന്നായിരുന്നു അടുത്ത തള്ളു. ഇപ്പം വന്നിട്ട് മീഡിയക്കാർ ചോദിച്ചോ പറയാം ഞാനെന്തിനു മാറണം, ഞാൻ മാറാനോ? അല്ല ഋതപ്പം കുഞ്ഞ് അവിടെ ഉള്ളയില്ലേ, അപ്പൊ കുഞ്ഞിന് കൂട്ട് വേണ്ടേ? കുഞ്ഞിന് കൂട്ട് എന്നിട്ട് ചോദിക്കുമ്പോൾ വീണ്ടും സത്യം വായിന്ന് വീഴുന്നുണ്ട്. എപ്പോഴായാലും സത്യം മറ നീക്കി വരും മക്കളെ. നമുക്ക് കാണാം, വീഡിയോയിലേക്ക് പോവാം. ഞാൻ പോകുന്നൊന്നുമില്ല, ഞാൻ പോണു. അതാണ്. പിന്നെ അടുത്തത് ലീഗൽ നോട്ടീസ്. അന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഓട്ടോയിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലീഗൽ നോട്ടീസ് എടുത്ത് കാണിച്ചിട്ട് ഞാനൊന്ന് വീട്ടിലോട്ട് ചെന്നോട്ടെ, ഇതൊന്ന് വായിച്ചോട്ടെ, എന്നിട്ടാ നിങ്ങൾക്കൊക്കെ മറുപടി വരുന്നത്. വ്ളോഗർമാരെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഞാൻ ഇപ്പോഴാണ് കൈപ്പറ്റിയത്. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി മുൻകൂട്ടി ലീഗൽ നോട്ടീസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ആ ലീഗൽ നോട്ടീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള താളം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. അത് നമ്മൾ നിയമപരമായിട്ട് പോകുന്ന കാര്യം. നമ്മളിപ്പോഴേ എന്തിനാ വെറുതെ ഇട്ട് കൊടുക്കുന്നത്? ജനങ്ങൾക്കിടയിൽ ഇട്ട് വെറുതെ എന്തിനാ ഇട്ട് അലക്കിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. അപ്പൊ നിയമത്തിന്റെ വഴി പോകട്ടെ. എന്തോന്ന് ഇപ്പം പ്ലേറ്റ് മാറ്റിയതണ്ട, അലക്കിക്കുന്നില്ലാന്ന്, സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ലാന്ന്. ഇപ്പൊ വായിന്ന് വീണല്ലോ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് വ്ളോഗർമാരെടുത്ത് അലക്കുന്നത്. അല്ലാതെ കുറ്റക്കാർ വ്ളോഗർമാരല്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിൽ എന്തോ ഒരു വിനിഷ്ടമാണ്. എല്ലാം പോട്ട് മക്കളെ. ഇനി അടുത്ത ഡയലോഗ് വേണം കാണേണ്ടത്. ഋതപ്പനെ ഇപ്പൊ കാണുന്നത് ഫോൺ വഴിയാണ്. അത്രയ്ക്ക് തിരക്കാണെന്നേ. ഋതപ്പൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമ്മേ ഇന്നലെ ഫോണിൽ കണ്ടിരുന്നു എന്ന്. ഇപ്പൊ അങ്ങനെ കാണും വരുമ്പോ ഒന്ന് ഹായ് കൊടുത്തായി. എന്താ കഥ? കുഞ്ഞിനെ നോക്കണ്ട, കുഞ്ഞിന് സുഖമില്ലെങ്കിൽ അടുത്തിരിക്കണ്ട, സ്കൂളിൽ കൊണ്ടുപോകണ്ട, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരമ്മ. അതല്ലേ വ്ളോഗർമാരോട് പറഞ്ഞത്, അയ്യോ നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന്. നോക്കാൻ വയ്യ കുഞ്ഞിനെ. നല്ല അമ്മ.